25 മണ്ഡലങ്ങളിൽ അതിശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെക്കാൻ ശേഷിയുള്ള ഒരു സംവിധാനമായിട്ട് BJP എമർജ് ചെയ്ത് കഴിഞ്ഞു. 40 ലക്ഷം വോട്ടാണ് BJP കിട്ടിയത്, 19.72%. അതായത് പണ്ട് കാലത്ത് ഒരു BJP-കാരനെ കാണാൻ അടുത്ത പഞ്ചായത്ത് പോയി നോക്കണം എന്ന് പറഞ്ഞിരുന്നിടത്ത് ഇന്ന് നമ്മൾ കാണുന്ന 5 മലയാളി വോട്ടറിൽ ഒരാൾ BJP-കാരനാണ്. ഏതാണ്ട് 20% വോട്ടായി. അപ്പോൾ അത്രയും വലിയൊരു സാഹചര്യം ഈ പൊതുതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഷെയറിൻ്റെ കാര്യത്തിലൊക്കെ അത്രയും നമ്മൾ പ്രതീക്ഷിച്ച മുന്നോട്ട് പോക്ക് നമുക്ക് നടന്നിട്ടില്ലെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷൻ നേടാൻ കഴിഞ്ഞു. അതായത് BJP മറ്റൊരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യുകയാണ്. ഒരു MLA ഉണ്ടാക്കുക എന്നുള്ള കാര്യം 2016 നടന്നു. ഒരു MP സൃഷ്ടിക്കുക എന്നുള്ളത് 2019 നടന്നു. 2025 ആകുമ്പോഴേക്കും ഒരു മേയറെ സൃഷ്ടിക്കുക, ഒരു കോർപ്പറേഷന്റെ ഭരണം രാജ്യത്തിന്റെ തലസ്ഥാനം നേടുക എന്ന് പറയുന്നത് സിംബോളിക് ആയിട്ടുള്ള അർത്ഥം കൂടിയുണ്ട്. സംസ്ഥാനത്തിന്റെ തലയാണല്ലോ, തലച്ചോറാണല്ലോ, ബ്രെയിൻ ആണല്ലോ സംസ്ഥാനം എങ്ങനെ ചിന്തിക്കുന്നത്. മോദിജി പറഞ്ഞു ഗുജറാത്തില് അഹമ്മദാബാദ് കിട്ടിയതിനു ശേഷമാണ്. അതെ അഹമ്മദാബാദിലുള്ള നരേന്ദ്രമോദിയുടെ അതേ അനുഭവമാണ് പക്ഷേ കേരളത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ BJP-യെ സംബന്ധിച്ചിടത്തോളം BJP-ക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് BJP ജയിക്കുന്ന പാർട്ടിയാണ് തോന്നിയിരുന്നില്ല. BJP നല്ല പാർട്ടിയാണ്, നല്ലൊരു ഓൾട്ടർനേറ്റീവാണ്. പക്ഷേ BJP-ക്ക് വോട്ട് ചെയ്താൽ BJP ജയിക്കില്ല. അതും BJP-ക്ക് വോട്ട് ചെയ്താൽ മറ്റോട് തന്നെ ജയിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ആൻറ്റി ഇൻക്യുബൻസി വോട്ട് സ്പ്ലിറ്റ് ആയിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർ തന്നെ വീണ്ടും ഭരണത്തിൽ വരുന്നു. ഈ മാനസികമായിട്ടുള്ള ബാരിയറിനെയാണ് BJP മറികടക്കുന്നത്. നിങ്ങൾ ജയിക്കുന്നൊരു പാർട്ടിയാണ്, നിങ്ങൾ വിശ്വസിച്ച് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ BJP-ക്ക് ജയിക്കാൻ സാധിക്കും, ഭരിക്കാൻ സാധിക്കും. ആ പ്രതീക്ഷ BJP കൃത്യമായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. ആ വിശ്വാസം ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. വിന്നബിലിറ്റി പ്രൂവ് ചെയ്തിട്ടുണ്ട്.